പ്പെടുകയും ചെയ്തു. അത് വലിയ തോതിലുള്ള സാമൂഹ്യ പ്രശ്നമായി കേരളീയ മനുഷ്യജീവിതത്തിനകത്ത് ബാധിച്ചുകൊണ്ടിരിക്കുന്നൊരു ഘട്ടത്തിലാണ് പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള വളരെ ഫലപ്രദമായിട്ടുള്ളൊരു സാമൂഹ്യ ഇടപെടൽ ഹരിത കേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും മറ്റ് പ്രാദേശിക ഭരണസമിതികളും കേരള സമൂഹമാകെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങളിൽ ഭാഗമാകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്തി വരികയാണ്. സസ്യജാലങ്ങളെയും എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അമിതോപയോഗം മറ്റൊരു തരത്തിൽ നമ്മുടെ സാമൂഹിക ഘടനയെയും ജൈവസമ്പത്തിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തിരിച്ചറിവുണ്ടാക്കുക, ഒരു തിരിച്ചുപോക്ക് നടത്തുക, കുട്ടികൾ മുതൽ വൃദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗ ജനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും സ്ഥാപനങ്ങളെയും ആകെ തന്നെ ഈ കാര്യങ്ങളിൽ ജാഗ്രതപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശക്തമായ ഇടപെടലാണ് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ഭരണസമിതികളും സർവ്വ മേഖലകളും ഇടപെടാൻ വേണ്ടി പോകുന്നത്. ആധുനിക സമൂഹത്തിലാണ്. ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ പ്രകൃതിയുമായി ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കേണ്ടതാണ്. ഇണക്കവുമുണ്ട്, പിണക്കവുമുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രകൃതിയുമായി ഇണങ്ങിപ്പോകുന്നതാണ് പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വികസന സ്ട്രാറ്റജി രൂപം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ളത് എന്ന് ആധുനിക സമൂഹം തെളിയിക്കുക. നമുക്ക് കുടിക്കാൻ വെള്ളമില്ലാതെ നമ്മളെ പരിസരങ്ങൾ മുഴുവൻ മാലിന്യം കൊണ്ട് കൂമ്പാരമുണ്ടാക്കിയിട്ടിരിക്കുന്ന ഒരു സംരംഭമാണ്. അത് മാറ്റിയെടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയുണ്ട്, കേരള ഗവൺമെൻറ് പദ്ധതിയുണ്ട്. നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളെയും പിന്തുണ ആവശ്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നിങ്ങളാണ് നാളത്തെ തലമുറ കൊണ്ടുപോകേണ്ടത്.
അപ്പം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ നാട്ടിൽ വെള്ളം മഴ പെയ്താൽ വെള്ളം സംരക്ഷിക്കുന്ന പദ്ധതികൾ നേരത്തെ ഉണ്ട്. അത് ഊർജിതമായി നടപ്പിലാക്കും. സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പച്ചക്കറി ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. മാലിന്യ സംസ്കരണം, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും നമുക്ക് സംസ്കരിച്ചേ പറ്റും. ഗവൺമെൻറ് ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കറിയാം, ഉള്ള ഉറവയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് എത്തിക്കാൻ പറ്റൂ. പക്ഷേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടെ തന്നെ നമ്മളത് നടപ്പിലാക്കണം. കാരണം നമ്മുടെ മുന്നിലൊരു തലമുറയ്ക്ക് ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, ശുദ്ധമായ ആഹാരം ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നാം മണ്ണിനെ സ്നേഹിക്കണം. നമുക്കറിയാം കുട്ടികൾ ഇവിടെ ഉണ്ട്, നമ്മൾ പഠിക്കുന്നതും അങ്ങനെയാണ്. ജീവൻ നിലനിൽക്കുന്ന മണ്ണിലാണ്. അപ്പോൾ ഈ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കണം. ഈ മണ്ണിനെ നമ്മൾ സംരക്ഷിക്കാത്ത നമ്മുടെ ഓരോരുത്തരുടെ ഇടപെടലുകൾ കൊണ്ടാണ് നമുക്കിന്ന് വെള്ളം കിട്ടാത്തത്, ശുദ്ധമായ വായു ലഭിക്കാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ തെറ്റാണ്, അത് നമ്മൾ തന്നെയാണ് തിരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ആ വരുന്ന പ്രസൻറ്റ് സിറ്റുവേഷനെ മാത്രം കണ്ടുകൊണ്ട് അത് അവിടെ നിന്ന് നമ്മൾ നേടിയെടുത്തിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രവണത അവസാനിച്ചിട്ട് നമ്മൾ വരുന്ന ഭാവിയിൽ നമുക്ക് വെള്ളം വേണം, നമുക്ക് ഭക്ഷണം വേണം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവണം. നല്ല വെള്ളം വേണം, നല്ല വായു വേണം, നല്ല നെല്ലു കതിരിടും നല്ല വയലു വേണം, നല്ല പുഴകൾ കേട്ടി നല്ല മലകൾ കാണി നല്ല കിളികൾ പാടും നല്ല നാൾ വരേണം, നല്ല കിളികൾ പാടും നല്ല നാൾ വരേണം. ഇന്നിനോട് പാടുക നാളേക്കായി പാടുക, ഇന്നിനോട് പാടുക നാളേക്കായി പാടുക. നല്ല വെള്ളം നമ്മളുടെ കാടരായിരുന്നു നാം, കാടു നമ്മുടെ കാടരായിരുന്നു നാം, കാടു നമ്മുടെ ഇടയരായിരുന്നു നാം, നേടു നമ്മുടെ കാടരായിരുന്നു നാം, കാടു നമ്മുടെ നമ്മൾ ഇന്നിനോട് പാടുക നാളേക്കായി പാടുക, 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 ഇന്നിനോട് പാടുക നാളേക്കായി പാടുക. നല്ല വെള്ളം കൊണ്ട് പാടുക കടല് പോലെ പാടുക, കരള് കൊണ്ട് പാടുക കടല് പോലെ പാടുക, കരള് കൊണ്ട് പാടുക കടല് പോലെ പാടുക, കരള് കൊണ്ട് പാടുക കടല് പോലെ പാടും. നല്ല വായു നമ്മളുടെ ജന്മാവകാശം, നല്ല അന്നനാളയുടെ ജന്മാവകാശം. വായു വേണം, നല്ല നെല്ലു കതിരിടും നല്ല വയലു വേണം, നല്ല പുഴകൾ കേട്ടി നല്ല മലകൾ വാങ്ങി നല്ല കിളികൾ പാടും നല്ല നാളെ. നെൽമഴ തന്നാലും എങ്ങനെ നെല്ലു വിളയിക്കാം, പടമൊരുക്കി ഞങ്ങൾ നിറച്ചു തരാം. നെൽമഴ തന്നാലും എങ്ങനെ നെല്ലു വിളയിക്കാം, പടമൊരുക്കി ഞങ്ങൾ നിറച്ചു തരാം. നെൽമഴ തന്നാലും എങ്ങനെ നെല്ലു വിളയിക്കാം, പടമൊരുക്കി ഞങ്ങൾ നിറച്ചു തരാം. നിന്തലിൻ പാലത്തെ ഇപ്പോഴും മുത്തച്ഛൻ കാവലുണ്ട്, നിന്തലിൻ പാലത്തെ
ജലത്തിനായുള്ള പ്രയാണത്തിൽ നാം ബ്ലോക്ക് തല സ്വീകരണമാണ്. ഓരോ ബ്ലോക്ക് തലത്തിലാണ് ക്യാപ്റ്റൻ കുട്ടികൾ കടുത്ത വേനൽ നേരിടുകയാണ് നമ്മൾ. അതുപോലെ കുളങ്ങളും കിണറുകളും എല്ലാം പരിപോഷിപ്പിക്കുകയും പാഴായി പോകുന്ന ഈ കുടിവെള്ളം വീണ്ടും നമുക്ക് സംഭരിച്ച് ഉപയോഗിക്കാം എന്നുള്ള ഒരു ധാരണയും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഹരിതകേരളം പദ്ധതി കൂടെ നടപ്പിലാക്കുകയാണ്. വയലേലകൾ ഉണ്ടായിരുന്നു, ഇന്ന് കാണാനുണ്ടോ? നീർത്തടങ്ങൾ ഉണ്ടായിരുന്നു, ഇന്നുണ്ടോ? ഈ വയലേലകൾ നികത്തി, നീർത്തടങ്ങൾ നികത്തി, പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞ് മഴവെള്ളം വന്നാൽ ഭൂമിയിൽ താഴാതെ ഒലിച്ചുപോയി അവസാനം വെള്ളം കിട്ടാത്ത നാടായി കേരളം മാറിയിരിക്കുന്നു. ഇത് ഭാവി തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയാത്ത വരണ്ട ഭൂമിയാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. കേരളത്തിന്റെ പച്ചപ്പ് തിരിച്ചു പിടിച്ചാലേ കഴിയുള്ളൂ. നമുക്ക് നമ്മുടേതായ പരിശ്രമങ്ങൾ നടത്തണം. മഴക്കുഴി എടുക്കാൻ പറയുന്നല്ലോ കുടുംബശ്രീക്കാരോട്. ഒരു ജോലി കിട്ടും, അതിന്റെ കൂലി കിട്ടും എന്നുള്ള നിലയിൽ ഒരു ചടങ്ങായത് മാറരുത്. ഈ മഴക്കുഴികൾ എടുക്കുന്നത് ഒരു മഴ കിട്ടിയാൽ ആ മഴവെള്ളം ഭൂമിയിൽ താഴണം. ഉപരിതല ജലം അതിന്റെ വിധാനം താന്നു പോകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കണം. കടലിലേക്ക് മണ്ണുമായി ഒലിച്ചു പോകാതിരിക്കാൻ. എങ്കിലേ നമുക്ക് കുടിവെള്ളം കിട്ടൂ. കിണർ കുത്തിയാൽ വെള്ളം കിട്ടൂ, കുളം കുത്തിയാൽ വെള്ളം കിട്ടും. അതുപോലെ കൃഷി, നമുക്ക് വാങ്ങിക്കഴിക്കുന്ന മുഴുവൻ പച്ചക്കറിയും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്, വിഷമയമാണ്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാൻ നമ്മളെല്ലാം ഒന്നിച്ചു നിൽക്കണം. കുടുംബശ്രീ നിൽക്കണം, നാടാകെ നിൽക്കണം. നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ, അങ്കണവാടി മുറ്റങ്ങളിൽ, സ്കൂൾ വളപ്പുകളിൽ, ടെറസുകളിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്ത് കേരളത്തിന് ആവശ്യമായ പച്ചക്കറി നമുക്ക് ഉത്പാദിപ്പിക്കാനാകും. ഒരു പ്രതിജ്ഞ എടുക്കണം. ഇനി ഒരു വയലും ഒരു തണ്ണീർത്തങ്ങളും നികത്താൻ നമ്മൾ അനുവദിക്കില്ല. നിയമം അതിനുവേണ്ടി സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കൈക്കൂലിയും വാങ്ങി റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ വന്ന് നമ്മുടെ നാട്ടിലെ വയലേലകൾ നികത്താൻ ഇനി ശ്രമിച്ചാൽ ഞങ്ങൾക്ക് കുടിവെള്ളം മുട്ടിക്കുവാനുള്ള നിന്റെ എന്നും പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റില്ല എന്ന രൂപത്തിൽ നമ്മൾ